ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികൾ പലരും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന LDC പരീക്ഷയുടെ പുറകെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നാൽ അത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു പരീക്ഷ ജൂലൈ മാസം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ കേരള PSC തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. ഓക്കെ, ലാബ് അസിസ്റ്റന്റ് എല്ലാവർക്കും അയക്കാൻ പറ്റത്തില്ല. +1 +2 സയൻസ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഇത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അപേക്ഷയുടെ എണ്ണവും വളരെ കുറവാണ്. ഓക്കെ, അപേക്ഷയുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ട് താരതമ്യം മത്സരവും കുറവായിരിക്കും. നിലവിൽ 20 മേലെ വേക്കൻസീസ് ഇപ്പോൾ തന്നെ എന്തുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, വേക്കൻസി എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും കൂടുതൽ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. കാരണം 50 മാർക്കിന് MLT ഉണ്ട്. ഓക്കെ, അത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്സ് ഉണ്ടല്ലോ, കുറെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് 50 മാർക്കിനുണ്ട്. പിന്നെ സയൻസിന്റെ ഭാഗത്തു നിന്നുണ്ട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ എന്തുണ്ട് അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, പഠിക്കാൻ ഇല്ലെന്ന് പറയുന്നില്ല, അത്യാവശ്യം പഠിക്കാനുണ്ട്. പറഞ്ഞല്ലോ, സയൻസിന്റെ ഭാഗത്ത് മെയിനായിട്ടും NCERT ചാപ്റ്ററുകൾ എന്തിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടി വരും. +1 +2 എന്നുള്ള ചാപ്റ്ററുകൾ എന്തിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ മാത്സിന്റെ ഭാഗത്ത് 7 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. 10 ടോപ്പിക് ഉണ്ട്, 7 മാർക്കിന് എന്തുണ്ട് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം താരതമ്യേന എളുപ്പമാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ടോപ്പിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് എന്താ പറയുക, പരീക്ഷയുടെ സിലബസ് മൊത്തത്തിനെ കുറിച്ച് പറയുന്നില്ല. മാത്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റർ നോക്കേണ്ടി വരും, നമുക്ക് ഇങ്ങനെ പരീക്ഷ നേരിടേണ്ടി വരും, അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ മാത്സിന്റെ ഭാഗത്തുനിന്നുള്ള ടോപ്പിക്സ് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ, 7 മാർക്കിനാണ് പരീക്ഷയ്ക്കുള്ളത്. 10 ടോപ്പിക്സ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ സെറ്റ് എന്ന ഭാഗമാണ്. ഓക്കെ, സെറ്റ് എന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് അറിയാം, +1 പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ആണ് അല്ലേ. +1 ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത് ആണല്ലോ. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ റിലേഷൻസ്, ഫങ്ഷൻസ് ഒക്കെ പഠിക്കുന്നത്. അപ്പൊ ഈ 3 ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഒറ്റ കാറ്റഗറിയിലേക്ക് പെടുത്താം കേട്ടല്ലോ. സെറ്റ്, റിലേഷൻസ്, ഫങ്ഷൻസ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ സെറ്റ് എന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ടൈപ്പ് ഓഫ് സെറ്റ്, ഇവിടെ തന്നെ ഉണ്ടല്ലോ ടൈപ്പ് ഓഫ് സെറ്റ്സ്. അതായത് നമ്മളെന്താ സെറ്റിനെ റോസ്റ്റർ ഫോമിലാക്കാനും സെറ്റ് ബിൽഡർ ഫോമിലാക്കാനും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്സെറ്റ്. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനായിട്ട് എന്ത് ചെയ്യും, ചോദ്യം പ്രതീക്ഷിക്കാം. വളരെ സാധ്യത കൂടുതലുള്ള ഭാഗമാണ്. ഓക്കെ, സബ്സെറ്റ് കാണാനായിട്ട്, സബ്സെറ്റുകളുടെ എണ്ണം കാണാനായിട്ട്. ഓക്കെ, പിന്നെ സെറ്റ് ഓപ്പറേഷൻസ് പറയുമ്പോൾ നമ്മളെ ഇപ്പൊ A-B 2 സെറ്റ് ആണെങ്കിൽ A യൂണിയൻ B കാണാനായിട്ട്, A ഇന്റർസെക്ഷൻ B കാണാനായിട്ട്, പിന്നെന്തോ A-B കാണാനായിട്ട്, A കോംപ്ലിമെന്റ് കാണാനായിട്ട്, അങ്ങനത്തെ സെറ്റ് വരുമ്പോൾ കുറച്ച് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതൊക്കെ വളരെ എളുപ്പമാണ്, വേണ്ടല്ലോ, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ടോപ്പിക്സ് പണ്ട് പഠിച്ചുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അറിയായിരിക്കും. അത് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടില്ല എങ്കിലും N ഓഫ് A യൂണിയൻ B കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? N ഓഫ് A പ്ലസ് N ഓഫ് B മൈനസ് N ഓഫ് A ഇന്റർസെക്ഷൻ B. ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ചോദ്യങ്ങൾ കയറി വരാം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് 30 കുട്ടികൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, 20 പേർക്ക് എന്താ ടെന്നീസ് ഇഷ്ടമാണ്, ഒരു 15 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു മോഡൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞല്ലോ. ഓക്കെ, ഈ ഒരു ഭാഗത്തൊന്നും. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, റിലേഷൻസും ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, അതിൽ എന്താ പറയുക, ഇത് നമുക്ക് +1 +2 പഠിക്കാനുണ്ടല്ലോ. +2 ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്
റിലേഷൻസും ഫംഗ്ഷൻസും ആണ്. ഓക്കെ, അപ്പോൾ +1 +2 എന്തുണ്ട് നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻസ്, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം സെറ്റ് എ ടു ബി. ഇവിടെ ഈ നമ്പർ ഓഫ് റിലേഷൻസ് കാണാനായിട്ട് നമുക്ക് എന്ത് വരും, കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ എടുത്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, നമ്പർ ഓഫ് റിലേഷൻസ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ടോപ്പിക് എടുക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് കാണാനായിട്ട് എന്ത് കൃത്യമായിട്ട് പഠിച്ചു ചെയ്യേണ്ടി വരും. ടൈപ്പ് ഓഫ് റിലേഷൻസ്. ഓക്കെ, പിന്നെന്താ ഫംഗ്ഷൻസിൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്, അതിന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാനായിട്ട്. മോഡ് എക്സ്, സിഗ്നം ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈനം ഫംഗ്ഷൻ, പിന്നെന്താ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ, അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ അപ്പോൾ അതിന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാനും, പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്, സൈൻ എക്സ്, കോസ് എക്സ്, അതിന്റെ ഡൊമെയിൻ റേഞ്ച്, അതൊക്കെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്, അതിന്റെ ഡൊമെയിൻ റേഞ്ച് ഒക്കെ എന്ത് നമുക്കവിടെ നോക്കേണ്ടി വരും കേട്ടല്ലോ. അപ്പോൾ ഈ 3 ചാപ്റ്റർ ഒരു കാറ്റഗറിയിലും പെടുത്താം. +1 2 ചാപ്റ്റർ, +2 1 ചാപ്റ്റർ കേട്ടല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ഇതിനു വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. അടുത്ത് 4ാമത്തത് ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ്. ഫാക്ടോറിയൽ +1 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്റർ വരുന്നതാണ്. +1 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്റർ വരുന്നതാണ് ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ പൊസിഷൻ ഓഫ് എ വേർഡ്, പിന്നെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് മിക്കവാറും ചോദ്യം വരുന്നതാണ്. ഓക്കെ, ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് മാത്സിന്റെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് എന്താ പറയുക നടന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ ഡയറി ഫാം ഇൻസ്ട്രക്ടഡ് ആണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഈയിടയ്ക്ക് കഴിഞ്ഞാണ്. അപ്പോൾ മാത്സിന്റെ ഭാഗത്തു നിന്ന് ഏകദേശം സെയിം ആണ്. ഒരു 80% ടോപ്പിക്സ് എന്തുണ്ട് അവിടെ സെയിം ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് നോക്കണമെന്നില്ല, MLT ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അവിടെ കാണത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ മെയിനായിട്ട് ഡയറി സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ മാത്സിന്റെ ഭാഗത്തു നിന്ന് സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടോപ്പിക്സ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാത്സിന്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം ഏകദേശം സെയിം ആയിട്ടുള്ള ടോപ്പിക്കാണ് അവിടെ ഉള്ളത് വേണ്ടല്ലോ. ഓക്കെ, എല്ലാന്നും സെയിം ആണെന്ന് പറഞ്ഞില്ല, എന്നിരുന്നാലും ഏകദേശം സെയിം ആണ്. അപ്പോൾ അവിടെ ചോദിച്ചൊരു ഒരു മോഡൽ 3 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ, ഈ ഒരു മോഡലിൽ ചോദ്യം ഉണ്ടായിരുന്നു. ശരി, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ ഒരു മോഡൽ 5 ഫാക്ടോറിയൽ മൈനസ് 4 ഫാക്ടോറിയൽ അങ്ങനെ തോന്നുന്നു കേട്ടല്ലോ. അപ്പോൾ ആ ഒരു മോഡലിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ 3 ഫാക്ടോറിയൽ ഓർമ്മയുണ്ടോ? 3 ഫാക്ടോറിയൽ എന്താ 3 × 2 × 1 ഓർമ്മയുണ്ടോ? 3 × 2 × 1 ആണ് 3 ഫാക്ടോറിയൽ. ഓക്കെ, അതേ നമ്പർ പുറകോട്ട് എഴുതി എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വേർഡ് തന്നിട്ട് അവിടെ അന്ന് ചോദിച്ചത് അലഹബാദ് എന്ന വേർഡാണ് കേട്ടല്ലോ. അലഹബാദ് എന്ന വേർഡ് തന്നിട്ട് അതിലെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് ചോദിച്ചത്, അലഹബാദ്. അപ്പൊ ഇതേപോലെ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് വേർഡ്സ് ഒന്നും ഉണ്ട്, നിങ്ങൾ +1 പഠിക്കാനുണ്ട്. പരീക്ഷ ദിവസം ആവർത്തിച്ച് വരുന്ന ചില വേർഡ്സ്. അലഹബാദ് പറഞ്ഞ മിസിസിപ്പി, പെർമ്യൂട്ടേഷൻ എന്ന വേർഡ് തന്നെ ചോദിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സ്, പിന്നെ എന്താ പറയാ ഇക്വേഷൻ, മൺഡേ, അങ്ങനെ ചില വേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക എല്ലാ വോവൽസും ഒരുമിച്ച് വരുന്നത്, ഒരുമിച്ച് വരാത്തത്, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. തീരെ ഡീപ്പായിട്ട് പോയില്ലെങ്കിലും ചിലപ്പോൾ ഒരു വേർഡ് വന്നിട്ട് അതിന് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെയും ചോദ്യം എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, അത്യാവശ്യം പഠിച്ചെടുക്കാൻ എളുപ്പമാണ് ആണല്ലോ. പിന്നെ കോമ്പിനേഷന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും ആ ഒരു എക്സെട്ര കിടക്കുന്നുണ്ടോ, എക്സെട്ര, ആ ഒരു എക്സെട്ര കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കോമ്പിനേഷൻ കൂടെ ജസ്റ്റ് നോക്കി വെക്കേണ്ടത് കേട്ടല്ലോ. കോമ്പിനേഷൻ കൂടെ നോക്കി വെച്ചേക്കും. എന്തായാലും പെർമ്യൂട്ടേഷൻ പഠിക്കുന്നതോടെ അത്രയും ഡീപ്പ്, അത്രയും പെർമ്യൂട്ടേഷൻ പഠിക്കുന്ന അത്രയും കോമ്പിനേഷൻ്റെ ഇല്ല പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിച്ചു വെച്ച് ചെയ്യാം കേട്ടല്ലോ. കോമ്പിനേഷൻ കൂടെ പഠിച്ചു വെച്ച് ചെയ്യാം. പിന്നെ പ്രോഗ്രഷനില് +1 ടെക്സ്റ്റിലാണ് ഉള്ളത്. അവിടെ അത് പഠിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ ജോമെട്രി പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ അവിടെ. ക്ലിയർ ആയോ? +1 ടെക്സ്റ്റില് നിലവിലെ ടെക്സ്റ്റില് ജോമെട്രി പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പഴയ ടെക്സ്റ്റിൽ എന്തുകൊണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു, ജോമെട്രി പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. പഴയ ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുത്തേക്കാം. അപ്പോൾ പഴയ ടെക്സ്റ്റിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രി പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 10ാം ക്ലാസ് ഉണ്ടല്ലോ, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ എന്തുകൊണ്ട് അടുത്തൊരു സീക്വൻസ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, സമാന്തര ശ്രേണി എന്ന പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ 10ാം ക്ലാസ്സിൽ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ എന്നുള്ള കാര്യങ്ങൾ എഴുതിയുള്ളൂ ഉള്ളൂ, മിക്കവാറും ചോദിക്കത്തുള്ളൂ. തീരെ ഡീപ്പായിട്ടൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനെ കടന്നു കയറി ചോദിക്കത്തില്ല ആണല്ലോ.
അപ്പോൾ അടുത്തൊരു പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും കഴിയുന്നു. അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്ലസ് വൺ ഇല്ല ഏതെങ്കിലും അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരൊന്ന് വാങ്ങിക്കുക കേട്ടല്ലോ. അടുത്തൊരു പ്രോഗ്രഷൻ ജോമെട്രിക് പ്രോഗ്രഷൻ, ഈ രണ്ട് ടോപ്പിക്സ് ക്ലിയർ ആയോ? ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത് എന്നാം പദം കാണാനായിട്ട്, പിന്നെ എന്താ അതിന്റെ സമ്മ് തുക കാണാനായിട്ട്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പ്രൂഫും കാര്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പിന്നെ അടുത്തൊരു മീൻ കാണാനായിട്ട്, ജോമെട്രിക് മീൻ കാണാനായിട്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം കേട്ടല്ലോ. ഓക്കെ, അതാണ് അതിലുള്ള മെയിനായിട്ടും ഓർമ്മിച്ചോണം. അടുത്തൊരു പ്രൊഫഷണൽ കാര്യം ഓർമ്മിച്ചോണം. പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് നിലവിലില്ല കേട്ടല്ലോ, ഓർമ്മിച്ചോണം. ഓക്കെ, പിന്നെ അടുത്തത് ആറാമത്തെ ട്രിഗ്ണോമെട്രി ആണ്. ഈ കൂട്ടത്തിൽ അല്പം പെശകായിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, പ്ലസ് വണ്ണിലൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം പ്രയാസം ഉണ്ടായിരുന്ന ടോപ്പിക് ആയിരിക്കും ഇതെന്ന് പറഞ്ഞത് അല്ലേ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഈ തീറ്റ എന്താണെന്ന് വരെ ചോദിച്ചുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അല്പം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അല്പം ഒന്ന് ആഴത്തിൽ പഠിക്കേണ്ടി വരും. ഇവിടെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, അതിന്റെ വാല്യൂസ്, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ എന്ത് ചെയ്യും, അപ്പോൾ തീരെ ഡീപ്പായിട്ട് പോകണ്ട. എന്നിരുന്നാലും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത്യാവശ്യം പഠിക്കേണ്ടി വരും പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അറിയാലോ. ഇപ്പോൾ സൈൻ 45 അല്ലെങ്കിൽ സൈൻ π/4 അതിന്റെ വാല്യൂ കാണാനായിട്ട് അത് തീരെ ബേസ് ആണ്. അല്ലെങ്കിൽ സൈൻ എന്താ പറയുക 2π/3 അതിന്റെ വാല്യൂ കാണാനായിട്ട്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. വാല്യൂസ് കാണാനായിട്ട്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, വെച്ച് ചോദിക്കാം. സൈൻ x + y, കോസ് x + y, അങ്ങനത്തെ കുറച്ച് ഇക്വേഷനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം കേട്ടല്ലോ. അപ്പോൾ അടുത്ത് കോണിക് സെക്ഷനാണ്. ഇതും പ്ലസ് വൺ ചാപ്റ്ററുകളാണ്. പ്ലസ് വൺ ഉള്ളതാണ്. ഇവിടെ ലാറ്റസ് റെക്റ്റം ഇക്വേഷൻ ഉണ്ട്, വലിയ കുഴപ്പമില്ല. എക്സെൻട്രിസിറ്റി കുഴപ്പമില്ല, നമുക്ക് പഠിക്കാവുന്നതാണ്. ഫോക്കസും അങ്ങനെ അത്ര കുഴപ്പമൊന്നും ഉള്ളതല്ല. ഇവിടെ പഠിക്കാനുള്ളത് എലിപ്സും പരാബോളയാണ് പഠിക്കാനുള്ളത്. ഹൈപ്പർബോള ഇല്ല പറഞ്ഞിട്ടല്ലോ. ഹൈപ്പർബോള കൊടുത്തിട്ടില്ല. ഓക്കെ, പ്ലസ് വണ്ണിന്റെ ടെക്സ്റ്റില് സർക്കിൾസ് ഉണ്ട്, എലിപ്സ് ഉണ്ട്, പരാബോള ഉണ്ട്, ഹൈപ്പർബോള ഉണ്ട്. 4 ടോപ്പിക് ഉണ്ട്. ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് എലിപ്സും പരാബോളയും മാത്രം മതി. രണ്ടിന്റെയും ഫോക്കസ്, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം തീർന്നില്ല. അതിന്റെ വെർട്ടെക്സ്, ഡയറക്ട്രിക്സ്, ഇതൊക്കെ കാണാനായിട്ട് എന്ത് ചെയ്യാം, വരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞു പോയിട്ട് ഡയറക്ട്രിക്സ്, വെർട്ടെക്സ് അങ്ങനെ കുറച്ചുകൊണ്ട് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കേണ്ടി വരും കേട്ടല്ലോ. അത്യാവശ്യം എന്താ പറയുക, ഒരു ചെറിയ ടോപ്പിക്കാണ് പറഞ്ഞല്ലോ. ഓക്കെ, ഉള്ളതിൽ ഏറ്റവും ചെറിയ ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും പഠിച്ച് തീരുന്നതാണ് പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും പഠിച്ച് തീരും. കോണിക് സെക്ഷൻസ്. പിന്നെ ഉള്ളത് 8ാമത്തെ ചാപ്റ്റർ ആണ് വെക്റ്റർ. 8ാമത്തെ ഭാഗം വെക്റ്റർ പ്ലസ് 2-ലാണ് പഠിക്കുന്നത് പ്രധാനമായിട്ടും. ഓക്കെ, പ്ലസ് 2-ലാണ്. അതിൽ പെർപെൻഡിക്കുലർ വെക്റ്റർ, പാരലൽ വെക്റ്റർ, ഡോട്ട് പ്രോഡക്റ്റ്, സ്കെയിലാർ വെക്റ്റർ, പിന്നെ എന്താ പറയുക, സ്കെയിലാർ പ്രോഡക്റ്റും വെക്റ്ററും. ഓക്കെ, സ്കെയിലാറും വെക്റ്ററും. ഓക്കെ, ഓർമ്മിച്ചോണേ ഈ 2 ഭാഗങ്ങൾ. സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി കൊണ്ടല്ലോ, അങ്ങനത്തെ ഭാഗം അതൊക്കെ. ഓക്കെ, പിന്നെ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, ക്രോസ് പ്രോഡക്റ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് പറഞ്ഞിട്ടില്ല കേട്ടല്ലോ. അപ്പൊ ഡോട്ട് മാത്രം പഠിച്ചാൽ മതിയാവും. പിന്നെ പാരലൽ വെക്റ്റർ, പെർപെൻഡിക്കുലർ, അതിന്റെ പ്രത്യേകതകൾ. ചിലപ്പോൾ എന്ത് ചെയ്യാം, ആംഗിൾ കാണാനായിട്ടും ചോദിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഒരു വെക്റ്റർ എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനോ, അതിന്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനോ, പ്രൊജക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാനോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടല്ലോ. ആംഗിള്, പ്രൊജക്ഷൻ, യൂണിറ്റ് വെക്റ്റർ, മാഗ്നിറ്റ്യൂഡ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ പാരലൽ, പെർപെൻഡിക്കുലർ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഉള്ള അടുത്ത് ഡെറിവേറ്റീവ്സ്. ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് സം സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഇതാണ് പറയുന്നത്. കുറച്ച് ഫംഗ്ഷൻസിന്റെ എന്തെങ്കിലും വരും, ഡെറിവേറ്റീവ്സ് എന്ത് വരും, അത് പഠിക്കേണ്ടി വരും. പിന്നെ അതിൽ നിന്നോട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ അല്പം ഒന്ന് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അതായത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാലോ, സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ് അല്ലേ, അല്ല കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ഇടയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞ ഡെയറി ഫാം ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യനിൽ ലോഗ് 3യുടെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചത് കേട്ടോ. ലോഗ് 3യുടെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചത്. അപ്പോൾ ലോഗരിതമൊക്കെ ജസ്റ്റ് നോക്കി വെക്കേണ്ടി വരും. ഓക്കെ, ലോഗരിതമൊക്കെ ഓർമ്മയുണ്ടോ, പ്ലസ് വണ്ണിലെ പഠിച്ചതാണ്, ഇപ്പം എന്താണെന്ന് മറന്നു കാണും. ഓക്കെ, ലോഗരിതമൊക്കെ വലിയ അത്ര പാഠമൊന്നും ഉള്ള കാര്യമില്ല. ഓക്കെ, ലോഗരിതം, പിന്നെ ഡെറിവേറ്റീവ്സ്, ലിമിറ്റ്സ്,
ഓക്കെ, ആ ഒരു ഭാഗത്ത് നമുക്ക് ചോദ്യം ചെയ്യാം, പ്രതീക്ഷിക്കാം. ആണല്ലോ, ലിമിറ്റ്സ് ഒന്നും അത്ര ഡീപ്പായിട്ട് നോക്കേണ്ടതില്ല, ഡെറിവേറ്റീവ്സ് പഠിച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്റഗ്രേഷന്റെ ഭാഗം ഇവിടെ ഇല്ല. ഇന്റഗ്രേഷൻ പഠിക്കണം. ഓക്കെ, ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ അറിയാലോ, അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് ഉള്ള ഒരു ടോപ്പിക്സ് ആണ്, നല്ലൊരു ഏരിയ ആണ്. പഠിക്കുന്ന നമുക്ക് തീരത്തില്ല. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കിവിടെ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇന്റഗ്രേഷൻ. അപ്പോൾ അതെന്തുകൊണ്ടും ഉൾപ്പെടുത്താതെ വളരെയധികം നന്നായി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ്സ് കൊണ്ട് ഇന്റഗ്രേഷനൊക്കെ ഭാഗ്യം വിചാരിച്ചോണം. ഓക്കെ, അവിടെ ലാസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈൻ അതിന്റെ സ്ലോപ്പ് 10ാം ക്ലാസ്സിൽ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്. +1 ഒരു ചാപ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ അതിന്റെ സ്ലോപ്പ്, പിന്നെ അതിന്റെ ഇന്റർസെപ്റ്റ്. ഓക്കെ, പിന്നെ ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനായിട്ട് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, പോയിന്റ് സ്ലോപ്പ് ഫോം, പിന്നെന്താ ഇന്റർസെപ്റ്റ് ഫോം, അതൊക്കെ അങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് എന്തുണ്ട് അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒരു ലൈനിന്റെ ഇക്വേഷൻ വന്നിട്ടായിരുന്നു സ്ലോപ്പ് കാണാനായിട്ടോ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ കണ്ടീഷൻ, പാരലൽ ആകുമ്പോൾ കണ്ടീഷൻ, അങ്ങനെയുള്ള കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കേണ്ടി വരും കേട്ടല്ലോ. അപ്പൊ ഈ ഇത്രയും 10 ടോപ്പിക്കാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പഠിച്ചാൽ തീരുന്ന ഭാഗങ്ങൾ തന്നെയാണ് പറഞ്ഞല്ലോ. ഓക്കെ, സെറ്റ്, റിലേഷൻസ്, ഫംഗ്ഷൻസ്, ഫാക്ടോറിയൽ, പിന്നെ പ്രോഗ്രഷൻ, കോണിക്സേഷൻ. ഓക്കെ, നമുക്ക് അത്യാവശ്യം സ്ട്രൈറ്റ് ലൈൻ ഒക്കെ പഠിച്ചാൽ തീരും പറഞ്ഞല്ലോ. പിന്നെ ട്രിഗ്നോമെട്രി, പിന്നെ ഡെറിവേറ്റീവ്സ് ഒക്കെ അതും എന്ത് ചെയ്യാം, കുഴപ്പമില്ല, പഠിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെയാണ്. നിങ്ങൾ +1 എന്തായാലും പഠിച്ച ഭാഗങ്ങളാണല്ലോ, ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് എടുക്കേണ്ട കാര്യമുള്ളൂ പറഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് അന്ന് പഠിച്ച പോലെ അത്രയും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഈ പരീക്ഷ ഒരു PSC എക്സാം ആണ്, അവിടെ പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, കറക്റ്റ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതുവരെ ബന്ധപ്പെട്ട കൂടുതൽ മാക്സിമം എന്ത് ചെയ്യുക, MCQ ക്വസ്റ്റിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, കൂടുതലും കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഈ ഒരു ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ഇനി വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യുന്നു, മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്സ് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക് യു.